എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല മഴ സമയത്തൊക്കെ ചായയുടെ കൂടെ കുറിക്കാനും അതുപോലെ തന്നെ ചട്നിയുടെ കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനാണെങ്കിലും എളുപ്പത്തിൽ 3-5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ സെയിം കപ്പിൽ ഒരു 1/4 കപ്പ് അളവോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ എടുത്ത അതേ അളവ് കപ്പിൽ തന്നെ 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 ചെറിയ പച്ചമുളക് കുനുകുനാന്നരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 1/2 സ്പൂണോളം ജീരകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടിയായാലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നല്ലപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഈ ഉപ്പും ജീരകം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ശരിക്കും എല്ലായിടത്തും ആകാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പിലും താഴെ അളവിൽ മാത്രം മതി തൈര് എടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പുളി കൂടുതലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ തൈര് വളരെ കുറച്ചും വെള്ളം കൂടുതലും വേണം. പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ തൈര് നല്ലപോലെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ലാസ്റ്റ് ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം കാണിച്ചു തരാം എത്ര കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ അതിവിടെ സെറ്റാവാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കൂട്ടാനുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ചട്നിക്കായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയുടെ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുറി തേങ്ങയോളം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ചമ്മന്തി കടലോടെ പൊരികടലോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് അതുപോലെ ഇങ്ങനെ കട്ടിക്കൊന്ന് അരച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിയിൽ ചട്നി റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഈ ചട്നിയിലേക്ക് ഒന്ന് കടുകും മുളകും കറിവേപ്പിലയും കടുക് വറുത്തിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ചട്നിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാറ്റർ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ശരിക്കൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിക്കായി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ശരിക്കും നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് നമുക്ക് ചെറിയ കുഞ്ഞു ബോൾസായിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് കൈ കൊണ്ടല്ലാന്നുണ്ടെങ്കിൽ സ്പൂണായാലും മതി എടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് എണ്ണയിൽ പിച്ചിയിട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ശരിക്കൊന്ന് മൊരിയിച്ച് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നവരേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇവിടെ ഇങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം മാവും ഫുള്ള് ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് കുഞ്ഞു ബോൾസ് ആക്കിയിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്ത് കോരി മാറ്റി എടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചട്നിയുടെ കൂടെ കൂട്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചട്നിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചട്നി വേണമെന്നില്ല. ചട്നി ഇല്ലാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം ടേസ്റ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു.